Hello and welcome to this video. So we are discussing about classifications of systems. So classification of systems are നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. So first classification നമ്മൾ പറഞ്ഞത് continuous time and discrete time. So next one is lumped parameter and distributed parameter system. So lumped parameter systems distributed parameter systems നമുക്ക് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്യാം. സോ പാരാമീറ്റർ എങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ലംപ് പാരാമീറ്റർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലംപ്ഡ് പാരാമീറ്റർ സിസ്റ്റം എന്താണെന്നുള്ളത് നോക്കാം. ഇൻ ലംപ്ഡ് പാരാമീറ്റർ സിസ്റ്റം ഇതിൽ ഈച്ച് ആൻഡ് എവറി കോമ്പോണൻറ്റ് is lumped. Lumped ആയിട്ടുള്ളതാണ് അതിലെ കോമ്പോണൻറ്റ്സ് എടുക്കുന്നത്. ഈച്ച് ആൻഡ് എവറി കോമ്പോണൻറ്റ് ഈസ് lumped at one point in space. അപ്പോൾ അതാണ് നമ്മൾ ലംപ്ഡ് പാരാമീറ്റർ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം പാരാമീറ്റേഴ്സ് എങ്ങനെ ആയി കഴിഞ്ഞാലും അനാലിസിസ് സിംപ്ലിഫൈഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് ലംപ്ഡ് ആക്കും. അതായത് ആ കോൺസെൻട്രേറ്റ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് ഇപ്പോൾ മൊത്തം സിസ്റ്റത്തിൻ്റെ പാരാമീറ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നുള്ള രീതിയിൽ നമ്മൾ അനാലിസിസ് കുറച്ചും കൂടി സിമ്പിളാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനത്തെ സിസ്റ്റത്തിനെയാണ് ലംപ്ഡ് പാരാമീറ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. പാരാമീറ്റർ ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ലംപ്ഡ് ആയിട്ട് എടുക്കുന്നതിനെ. അപ്പോൾ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, system can be described by ordinary differential equations. ഇവിടുത്തെ കേസിലാണെങ്കിൽ നമുക്ക് സിമ്പിൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യാം. അതാണ് ലംപ്ഡ് പാരാമീറ്റർ സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സിമ്പിൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് മതി. പക്ഷെ അത് നമ്മൾ അസംഷനാണ്. ഫുള്ള് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് എടുക്കുകയാണെങ്കിലും നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അത് എല്ലാം ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ്, ഇപ്പോൾ ലംപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പാരാമീറ്റർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ സിഗ്നൽസ് ആർ ഫങ്ഷൻസ് ഓഫ്, ഇവിടുത്തെ കേസിൽ ഒന്നും ലംപ്ഡ് ആയിട്ട് എടുക്കുന്നില്ല. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് എടുക്കുന്നത്. സോ സിഗ്നൽസ് ആർ വാട്ട് ഫങ്ഷൻസ് ഓഫ് space as well as time. സോ ടൈമിനും സ്പേസിനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൊടുന്ന് ഫോക്കസ് ചെയ്തൊന്നും വെച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ സിസ്റ്റം. അപ്പോൾ ഇതിൽ നമുക്ക് സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. സോ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് വേണ്ടി വരും നമുക്ക് യൂസ് ചെയ്യാൻ സിസ്റ്റത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് വ്യത്യാസം. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സിസ്റ്റത്തിലെ പാരാമീറ്റേഴ്സ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു. ലംപ്ഡ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മളതിനെ ഫോക്കസ് ചെയ്തിട്ട് ഇതാക്കി ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ലംപ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഓരോ അനാലിസിസിനനുസരിച്ച് അനാലിസിസ് സിംപ്ലിഫൈ ചെയ്യാൻ ചിലപ്പോൾ ലംപ്ഡ് പാരാമീറ്റർ ആയിട്ട് എടുക്കേണ്ടി വരും. ചിലപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂട്ടർ പാരാമീറ്റർ തന്നെ ആയിരിക്കും കൺസിഡറേഷൻ വരുന്നത്. ഇപ്പോൾ ലംപ് പാരാമീറ്റർ സിസ്റ്റം ആണെങ്കിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ മതി. ഡിസ്ട്രിബ്യൂട്ടർ പാരാമീറ്റർ ആണെങ്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ് ഉപയോഗിക്കുക.